നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൌദി സ്വദേശിയായ ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് 10 വർഷമായി ജയിലിൽ കഴിയുന്ന മലയാളി നസീർ മോചിതനായി. കോഴിക്കോട് നല്ലളം ബസാർ ചാലാട്ട് ചെമ്മങ്ങണ്ടി മർഹബ മൻസിലിൽ മുഹമ്മദ് നസീറാണ് മോചിതനായത്. പ്രമുഖ മലയാളി വ്യവസായിയും ഗവൺമെന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് റഫീഖിന്റെ ഇടപെടലാണ് മോചനത്തിന് വഴിയൊരുക്കിയത്. പത്തു വർഷത്തിനു ശേഷം ജയിൽ മോചിതനായ നസീർ നന്ദിയും സന്തോഷവും പ്രകടിപ്പിച്ചു. ഇറങ്ങിയ ഉടനെ തന്നെ നാട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചു, മോചനമായി എന്നുള്ള വിവരം അറിയിച്ചു. എല്ലാവരും സന്തോഷിച്ചു. ഇപ്പോൾ വളരെ സന്തോഷമായുള്ള ഒരു രംഗമാണ് ഇപ്പോൾ. കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് മോചനമായത്, വെളിച്ചം കണ്ടത്. മാത്രമല്ല എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എന്റെ സഹപ്രവർത്തകരെല്ലാവരും ദുആ, കുടുംബക്കാരെല്ലാവരും ദുആ പഠിച്ചവൻ സ്വീകരിച്ചു. ഇന്ന് അൽഹംദുലില്ലാ എല്ലാവരും ദുആ കൊണ്ട് ഞാൻ ഇന്ന് റിലീസായി. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അത് ശരീഅത്ത് നിയമപ്രകാരം ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഒരു മനുഷ്യത്വം അനുസരിച്ചിട്ട് ഞാൻ അത് ചെയ്തത് ന്യായമാണ്. അതുകൊണ്ട് ശരീഅത്ത് അനുസരിച്ചിട്ടാണ് എനിക്ക് ഈ ശിക്ഷ വിധിച്ചത്. റിയാദിൽ അനസ് അൽ ഷഹരി എന്ന സൌദി സ്വദേശിയായ ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് നസീറിന്റെ ബന്ധു റഹീമിനൊപ്പം 2006 സൌദി പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ഹൌസ് ഡ്രൈവറായ ഫറോക്ക് കോടമ്പുഴ മച്ചിലകത്ത് പീഡിയേക്കൽ അബ്ദുറഹീമിന്റെ കാറിൽ യാത്ര ചെയ്തിരുന്ന അംഗവൈകല്യമുണ്ടായിരുന്ന ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഭക്ഷണം കഴിക്കാനുള്ള ഉപകരണത്തിൽ അബദ്ധത്തിൽ കൈപതിച്ചാണ് ബാലൻ മരിച്ചത്. സിഗ്നൽ ലംഘിച്ച് വാഹനം ഓടിക്കാൻ പ്രേരിപ്പിച്ച ബാലന്റെ നിർദ്ദേശം അവഗണിച്ച റഹീമിനെ പിൻസീറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ സീറ്റിലിരുന്ന ബാലൻ കാർക്കിച്ചു തുപ്പി. ഇത് തടയാൻ റഹീം കൈ പിന്നിലേക്ക് നീക്കിയപ്പോൾ അറിയാതെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ശ്വാസം മുട്ടി സൌദി സ്വദേശിയായ ബാലൻ കൊല്ലപ്പെട്ടു. പുതുതായി സൌദിയിലെത്തിയ റഹീം സൌദിയിലുണ്ടായിരുന്ന ബന്ധുവായ നസീറിനെ ഫോണിൽ വിളിച്ചു. ഫോൺ കോൾ പരിശോധിച്ച പോലീസ് നസീറിനെയും പ്രതിയാക്കി. 2012 അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു. കൊലപാതകത്തിൽ നസീറിന് പങ്കില്ല എന്ന് കണ്ടെത്തിയെങ്കിലും പോലീസിൽ വിവരമറിയിക്കാത്ത കുറ്റത്തിന് 2 വർഷം തടവും 300 ചാട്ടവാറടിയും ശിക്ഷ വിധിച്ചു. ഇതിനിടെ വധശിക്ഷയ്ക്കെതിരെ റഹീം മേൽക്കോടതിയിൽ അപ്പീൽ നൽകി. കേസ് നീണ്ടതോടെ 2 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും നസീറിന് മോചനം നേടാനായില്ല. കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ച ജഡ്ജ് കേസ് അനന്തമായി നീളുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. തുടർന്നാണ് നസീറിന് ജയിൽ മോചനത്തിലുള്ള വഴി തുറന്നത്. ഈ 10 വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ വളരെയധികം വേദനപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരോട് പരാതി വരുന്നിട്ടുണ്ട്. മിനിസ്റ്റർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, എന്റെ കുടുംബം പോയിട്ടുണ്ട്, കുറെ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന്, എംബസിന്റെ ഭാഗത്തുനിന്ന് എല്ലാം അവരുടെ ഭാഗത്തുനിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും റിസൾട്ട് വന്നിട്ടില്ല. ലാസ്റ്റ് ഇമാറാണ് ഞങ്ങളെ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അപ്പോ ഈ റഹീമിന്റെ കേസിൽ ഒരു തീരുമാനം ആവാതെ നസീറിന് മോചനം ഒരിക്കലും ആകാൻ സാധ്യതയില്ല എന്ന് തീർത്ത് ഇമാറ പറഞ്ഞു. അതിന്റെ ശേഷമാണ് എന്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഷെയ്ഖ് റഫീഖ് ആദ്യമായിട്ട് എന്നെ സന്ദർശിച്ചു. എന്നിട്ട് ഞാൻ അവരെ എടുത്ത് എന്റെ മനോപ്രയാസങ്ങളും നേരിട്ട് അറിയിച്ചു. എല്ലാ കാര്യങ്ങളും അറിയിച്ചതിന്റെ ശേഷം അയാൾ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തു, ഇൻഷാല്ലാ വിധി ഉണ്ടെങ്കിൽ നസീറിനെ ഞാൻ പുറത്ത് ഇറക്കിയിരിക്കുന്നു പറഞ്ഞു. അയാൾ എന്റെ അടുത്ത് പ്രോമിസ്, ഷെയ്ഖ് റഫീഖ് എന്റെ അടുത്ത് പ്രോമിസ് ചെയ്ത രീതിയിൽ 60 ദിവസത്തിനകത്ത് എന്നെ ഇറക്കി മോചനാക്കി തന്നു. നാട്ടിൽ ഫാദർ, മദർ, ഭാര്യ, 2 കൊച്ച്. ഇളകുട്ടി 6 മാസമായിരുന്നു. മൂത്ത കൊച്ച് 6 വർഷമായിരുന്നു ഇവിടുന്ന് പോയപ്പോൾ. ഇപ്പോ ചെറിയ കൊച്ച് 10 വർഷമായി. മൂത്ത കൊച്ച് 15 വർഷമായി. നസീറിന്റെ ജയിൽ മോചന വാർത്തയറിഞ്ഞ വീട്ടുകാർ വളരെയധികം സന്തോഷത്തിലാണ്. ഇപ്പൊ ഹാപ്പിയാണ്. കുട്ടികളും എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ചിന്തയാണ് ഇപ്പൊ കുട്ടികൾക്കും. 9.5 വർഷമായി അവിടെ ജയിലിലായി. 2 മാസം ഞാൻ അവിടെ നിന്ന്. പിന്നെ ഫെബ്രുവരി 14 ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുവരെ അവിടെ നിന്ന്. മോള് അവിടെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ നിർത്തി ഇങ്ങോട്ട് വിളിച്ച് ഹാപ്പിയാണ്.
ഇപ്പൊ അവിടെ പാസ്പോർട്ട് ശരിയാക്കാനുള്ള അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം പുതിയ വിസ എടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ അക്കാമ ശരിയാക്കണം അതൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം റഹീമിന്റെ കേസ് എന്തെങ്കിലും തീരുമാനമായാലേ നാട്ടിൽ വരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ചെറിയ മോക്ക് 6 മാസം പ്രായം, ഇവക്ക് 4 വയസ്സ് പ്രായപ്പാണ് പോയത്. ഇവക്ക് ഇപ്പം എൻ്റെ ഓർമ്മയില്ല, കണ്ട ഓർമ്മയില്ല. ഇവൾക്ക് പിന്നെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഇവക്ക് കണ്ടിട്ടില്ല എന്നാണ് ഇപ്പം പറയാ. ഫോട്ടോ കാണുന്നു, പിന്നെ ഫോണിൽ സംസാരിക്കുന്നത്. വലിയ സന്തോഷമാണ്. എത്രയും പെട്ടെന്ന് എന്റെ മോൻ വന്ന് കണ്ടാൽ മതി. എനിക്ക് മക്കളെ ഏൽപ്പിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ദിവസം വരെ ഒന്നും എനിക്കില്ല. 2 ദിവസം അവന്റെ കൂടെ കഴിയണം, അത്രേ ഉള്ളൂ. 2 വർഷത്തെ ജയിൽവാസം 10 വർഷം നീണ്ടതിൽ മനം നൊന്ത വീട്ടുകാർ നിരന്തര ഇടപെടലുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ വൈകിയാണെങ്കിലും നസീറിന് ജയിൽ മോചനം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. ഇനി നസീറിന്റെ നാട്ടിലേക്കുള്ള വരവും കാത്തിരിക്കുകയാണ് വീട്ടുകാർ. ഇത്രയും കാലം വളരെ കഷ്ടത്തിലായിരുന്നു ഞങ്ങൾ. ഈ വിചാരം തന്നെയായിരുന്നു. 10 വർഷമായിട്ട് ഞങ്ങൾ എവിടെയും പോകാറില്ല, പുറത്തു പോകാറില്ല, കല്യാണത്തിന് പോകില്ല, വൈഫും പോവില്ല, മോന്റെ ഭാര്യയും പോകാറില്ല. വളരെ ദുഃഖത്തിലായിരുന്നു. ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. 10 വർഷമായിട്ട് എന്റെ മോൻ ജയിലിലായിരുന്നു. ഇപ്പോൾ എന്റെ മകൻ പുറത്തിറങ്ങിയിരിക്കുന്നു. അതിൽ വളരെ സന്തോഷത്തിലാണ്. ഇതിന് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. KNCC-ക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെയ്ഖ് റഫീഖ് എന്ന് പറഞ്ഞ ആള്, അതായത് AP അബൂബക്കർ മുസ്ലിയാരെ കെയർ ഓഫില് ഷെയ്ഖ് റഫീഖ് എന്ന ആളാണ് എന്റെ മകന് വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത്. അതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും അവർക്ക് വളരെ നന്ദി. പിന്നെ ഒരുപാട് ആൾക്കാർ എന്റെ മകന് വേണ്ടിയിട്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് ആൾക്കാർ എന്റെ മകന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാനും എന്റെ കുടുംബവും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നസീർ ചെറുപ്പം മുതലേ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടാനും ഉപകാരങ്ങൾ ചെയ്യാനും ഏതൊരാൾ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാലും അവരെ രക്ഷപ്പെടുത്താനും ഓടി നടക്കാൻ സ്വയം ജീവിതം മറന്നിട്ട് എന്തൊരു നല്ല പ്രവൃത്തിക്ക് മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു. വർഷങ്ങളായിട്ട് 10-17 വർഷം ഗൾഫ് അനുഭവമുണ്ട്. അവിടെ അൽ ഖുറൈശി എന്ന് പറഞ്ഞ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. പല സംഘടനകളും മുഖ്യമന്ത്രി ഇടപെട്ടു, മന്ത്രിമാർ ഇടപെട്ടു, വിദേശകാര്യ വകുപ്പ് ഇടപെട്ടു, KNCC നിരന്തരം പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കെ ഈ പ്രക്രിയകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമെന്നുള്ള നിലയ്ക്ക് നമ്മൾ കാന്തപുരം മർക്കസ് AP അബൂബക്കർ മുസ്ലിയാർ പോയി കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഷെയ്ഖ് റഫീഖ് ഗ്രാമീൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഷെയ്ഖ് റഫീഖ് എന്നുള്ള വ്യക്തി ഇതിൽ ഇടപെടുകയും അതിനുശേഷമാണ് കേസിനൊരു ത്വരിതഗതി വന്നതും പിന്നെ ഈ ജാമ്യം ഇത്ര പെട്ടെന്ന് ജാമ്യം സാധൂകരിക്കാനുള്ള വഴി തെളിഞ്ഞു. അതിന്റെ ശേഷം ഇപ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമുണ്ട്. ഇനി നാട് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ. ഗവൺമെന്റ് ഗ്രൂപ്പ് ഡയറക്ടറും പ്രിൻസ് സൌദ് ബിൻ മുസാദ് ബിൻ അബ്ദുൽ അസീസിന്റെ സെക്രട്ടറിയുമായ അബ്ദുള്ള അൽ ഖലഫ് അൽ ഉബൈദാണ് നസീറിന് ജാമ്യം നിന്നത്. പ്രിൻസ് സൌദ് ബിൻ മുസാദ് ബിൻ അബ്ദുൽ അസീസ് അമേരിക്കൻ പര്യടനത്തിനായതിനാൽ പത്നി അമീറ മിഷാലും ജയിൽ മോചനത്തിൽ ഇടപെട്ടു. ജയിൽ മോചനായ നസീറിന് അമീറ മിഷാൽ ഉപഹാരം സമ്മാനിച്ചു. നസീർ സന്തോഷവും നന്ദിയും പറഞ്ഞു. ഇവിടെ ഇറങ്ങാനുള്ള ഒരു വകുപ്പ് ഷെയ്ഖ് റഫീഖിന്റെ മുഖാന്തരം ഉണ്ടായത്. അവരെ സ്പോൺസർ സൗദ് ബിൻ മുസാദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള